ഞാൻ USSന് വേണ്ടിയുള്ള കുറച്ച് സോഷ്യൽ സയൻസ് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് റിവീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമം ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമമാണ്. അപ്പം ആലോചിച്ചോ, ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. ഈ ഉത്തരം തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഫെഡറൽ ഘടന വിഭാവനം ചെയ്ത ആദ്യ നിയമം ഏതെന്ന് ചോദിച്ചാൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. അടുത്തതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ നിയമനിർമ്മാണ സഭ ആദ്യമായി ദ്വിമണ്ഡല സഭ ആയത് ഏത് നിയമപ്രകാരമാണ്? അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം, അതവിടെ തന്നെ. പക്ഷേ വർഷം വ്യത്യാസമാണ്. 1919 ജാലിയൻവാലാ കൂട്ടക്കൊലയൊക്കെ നടന്നില്ലേ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഓർമ്മയായിട്ട് നിങ്ങളത് പഠിച്ചാൽ ഓക്കെ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപം കൊണ്ടതെന്ന് 1946 ഡിസംബർ 6. ഇത്രയാണ് 1946 ഡിസംബർ 6, രണ്ടും 6ആണ്. അപ്പോൾ നിങ്ങളത് ഓർക്കാം. 1946 ഡിസംബർ 6. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് തീയതി ഏതാണെന്നറിയാവോ? 1946 ഡിസംബർ 9. അപ്പം തല തിരിച്ചില്ല, 6ന് തല തിരിച്ചില്ല. അപ്പോൾ അത് ഒരു ക്ലൂ ആയി. 1946 ഡിസംബർ 6. ഇനി അതിനെ തിരിച്ചിട്ട് 1946 ഡിസംബർ 9. ഓക്കെ. അപ്പം മറ്റേ സംബന്ധിച്ച് ഇത് രൂപം കൊണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി താൽക്കാലിക അധ്യക്ഷൻ ഏതായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ അടുത്ത സ്ഥിര അധ്യക്ഷൻ ഏതായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓക്കെ. ഇപ്പോൾ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ, സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അംബേദ്കറാണ്, ഡോക്ടർ BR അംബേദ്കർ. അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഇത്. അപ്പം ഏതിൻ്റെ ശുപാർശ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രൂപീകരിച്ചത്? ഏതിൻ്റെ? ക്യാബിനറ്റ് മിഷൻ്റെയാണ്. ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നതാണ്. അവിടെ വന്നിട്ട് അയാൾ പറഞ്ഞു നമുക്ക് ഒരു ഭരണഘടന വേണം. ആ ഭരണഘടനയിൽ എല്ലാം ഉൾപ്പെടുത്തുന്ന ഇത് ബ്രിട്ടീഷുകാരിപ്പോൾ നമ്മളെ വിട്ടു പോകും, പക്ഷേ നമുക്കായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഭരണഘടന വേണം എന്നൊക്കെ ക്യാബിനറ്റ് മിഷൻ പറഞ്ഞു. അതിൻ്റെ ശുപാർശ പ്രകാരമാണിത് കൊണ്ടുവന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അടുത്ത ക്വസ്റ്റ്യനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളാണ്. പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ. അസംബ്ലി ഭരണഘടന ഭരണഘടന അംഗീകരിച്ചതാണ്. അതെന്ന് വെച്ചാൽ അത് കൊള്ളാം. അത് കൊള്ളാം. അപ്പോൾ അത് അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26. അത് 1949 നവംബർ 26. ഓക്കെ. അടുത്ത ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി ഏതാണ്? 1950 ജനുവരി 26. അപ്പോൾ ഈ ജനുവരി 26 ദിനമായിട്ട് ആചരിക്കാൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പം നിങ്ങളത് ചെയ്യാം. എത്ര കാലം കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലി നിർമ്മിച്ചത്? 2 വർഷം 11 മാസം 17 ദിവസം. നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ വേറെ രാജ്യത്ത് ചേർന്ന്, അതെവിടെ? ബ്രിട്ടനായിരുന്നു കേട്ടോ. പരമാധികാരം ആരിലാണ്? ഇതിൻ്റെയൊക്കെ പരമാധികാരം ജനങ്ങളിലാണ് കേട്ടോ. ഇനി ഭരണഘടന തത്വചിന്തയും ആദർശങ്ങളും അത് എവിടാണ്? ആമുഖത്തിലാണ് കുറിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രത്തലവരോട് കൂടിയ ഭരണഘടനാ സംവിധാനം ഏതാണ്? റിപ്പബ്ലിക്കാണ്. ആലുവത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം അങ്ങനെ പറഞ്ഞത് M. മുൻഷിയാണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഇനി അമെൻമെൻറ്റുകളാണ്. മൗലിക അവകാശങ്ങൾ 3 അമെൻമെൻറ്റിലാണ്. അമെൻമെൻറ്റ് 3-ലാണ്. ഇത് മൗലിക ചുമതലകൾ 4A ഇതിലാണ്. രാഷ്ട്രീയ നിർദ്ദേശങ്ങളും തത്വങ്ങളെ കുറിച്ച് 4-ലാണ്. ഷെഡ്യൂളുകൾ 8-ലാണ്. അനുച്ഛേദങ്ങൾ 395. ഇതിപ്പോൾ വന്ന കാലത്താണ്, ആയ കാലത്താണ്. അപ്പോൾ വന്ന കാലത്താണ്, നിലവിൽ വന്ന കാലത്ത് അപ്പോൾ ഉള്ളത് ഭാഗങ്ങൾ ഇപ്പോൾ കൂട്ടി. ഇനി
ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു പ്രസിഡന്റ് വേണം, രാജ്യസഭ വേണം, ലോക്സഭ വേണം. ലോക്സഭയെ ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ് വിളിക്കുന്നത്, ഹൗസ് ഓഫ് പീപ്പിൾ. ലോകസഭകൾ അംഗങ്ങൾ 552 വേണം. നിലവിൽ എത്ര ലോക്സഭകളുണ്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്? 543 ലോക്സഭ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ എത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യേ. ഓക്കെ, ഇന്ത്യൻ പാർലമെൻറ്റിൽ ആകെ നാമനിർദ്ദേശിക്കപ്പെട്ടിരുന്ന എത്ര അംഗങ്ങളുണ്ട്? 14 എണ്ണമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യനാണ് ഇതിലുള്ളത്. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പുതിയ വീഡിയോസ്, ഇപ്പോൾ ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് 2 ഒക്കെ വരും. അപ്പം നന്നായിട്ട് ഗുഡ്.